ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ നടന്നു. ഏലപ്പാറ അൽഫോൻസ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. മുൻകാലങ്ങളിൽ സംഘടന ആവശ്യപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാൻ AKTI ഇനിയും മുന്നോട്ട് തന്നെ പോകുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി G. സജീവൻ പറഞ്ഞു. 102ഓളം സീറ്റ് വാങ്ങി ജനം വളരെ കൂടുതൽ അംഗീകാരത്തോടെ ഭരണത്തിലെത്തിയ ഗവൺമെന്റ് സംവിധാനത്തിന് മുന്നണിക്കും ഇന്നൊരു ഗവൺമെന്റ് രൂപീകരിക്കാൻ മുഖ്യമന്ത്രിയെ പോലും തെരഞ്ഞെടുക്കാൻ കഴിയാത്ത ഗതികേടിലേക്ക് ആ മുന്നണി സംവിധാനം മാറിയപ്പോൾ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ആ മുന്നണിക്ക് വേണ്ടി വോട്ട് ചെയ്ത ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിലേക്ക് ആ സംവിധാനം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എന്തു തന്നെയായാലും കേരളത്തിലെ തയ്യൽത്തൊഴിലാളികളെ സംബന്ധിച്ച് ഒരു കാര്യത്തിൽ പിന്നോട്ടില്ല. ഈ ഗവൺമെന്റ് അധികാരത്തിലേറി ആര് ലേഖമന്ത്രിയായി അധികാരത്തിലെത്തുന്നോ മുന്നേയുള്ള കാലഘട്ടത്തിൽ നിന്നും ആവശ്യപ്പെട്ട ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഗവൺമെന്റ് സംവിധാനത്തിൽ നിരന്തരമായ ഇടപെടൽ നടത്തി റിട്ടയർമെന്റ് ആനുകൂല്യം വർദ്ധിപ്പിച്ചതുപോലെ തന്നെ സർവീസ് പെൻഷൻ യാഥാർത്ഥ്യമാക്കുക, അതുപോലെ തന്നെ നമ്മുടെ പ്രസവാനുകൂല്യം 15,000 രൂപ ഒറ്റത്തവണയായി കുടിശ്ശികയില്ലാതെ ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് ഫണ്ട് ക്ഷേമനിധി ബോർഡിലേക്ക് കൊടുത്ത അധിക ധനസഹായം കൊടുത്തുകൊണ്ട് കുടിശ്ശികയില്ലാതെ പ്രസവാനുകൂല്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നിരന്തരമായി സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് KV രാജ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി B. മനോഹരൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. TK സുനിൽകുമാർ കണക്കും S. ഷാജി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ലിസമ്മ കുരുവിള, മോളിക്കുട്ടി വർഗീസ്, ശാരദാമണി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും പ്രമേയ അവതരണവും സംസ്ഥാന കൺവെൻഷൻ തെരഞ്ഞെടുപ്പും നടന്നു. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.